أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 72ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ തദ്രീബ് രണ്ടാമത്തെ ബാച്ച് ആരംഭിച്ച് അതിൻ്റെ 1ാമത്തെ വാർഷികമാണ് ഈ മാസം. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ശഅബാനിലാണ് തദ്രീബിൻ്റെ 2ാമത്തെ ബാച്ച് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. അഭിവന്യരായ ബദറുസ്സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്കും അതുപോലെ നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ 2ാമത്തെ ബാച്ച് തുടങ്ങി ഒരു വർഷമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, പരിശുദ്ധ ഖുർആനിന് വേണ്ടി എല്ലാ ആഴ്ചയും മനസ്സിരുത്തി ഒരു അരമണിക്കൂർ സമയം നമ്മൾ ചെലവഴിക്കുകയാണ്. ആരോടൊപ്പം? വലിയ ഉസ്താദുമാരോടൊപ്പം, സയ്യിദുമാർ അവരോടൊപ്പം, മുതഅല്ലിമീങ്ങളോടൊപ്പം, സാധാരണക്കാരോടൊപ്പം, നല്ല ഈമാനിൻ്റെ നിറകുടങ്ങളായ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ അവരോടൊപ്പം, അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ 1ാമത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് അഭിവന്യരായ കുമ്പുൽ തങ്ങളുപ്പാപ്പ, ആരാണ് അവരൊക്കെ? അത്രയും വലിയ മഹാന്മാരായ സാദാത്യങ്ങളാണ്. നമ്മുടെ വലിയ ആലിമീങ്ങളും നമ്മുടെ നേതാക്കളും അവരോടൊപ്പമാണ് ഈ മഹത്തായ സംരംഭത്തിന് നമ്മോട് കൂടെ ഉള്ളത്. നമ്മൾ ആലോചിക്കണം, അത്രയും വലിയ ആലിമീങ്ങളും സാദാത്യങ്ങളും നമ്മളോടൊപ്പമുണ്ട്. കുമ്പുൽ തങ്ങളുപ്പാപ്പയാണ് അതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തിയത്, അല്ലേ? അല്ലാഹ്, അപ്പോൾ ആ സാദാത്യങ്ങളോടൊപ്പം, ആ ആലിമീങ്ങളോടൊപ്പം, ആ മുത്തു മുഅ്മിനീങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മയിൽ ഒരല്പസമയം എല്ലാ ആഴ്ചയും ചെലവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഹ്ലുകാർ എന്ന വിശേഷണത്തിൽ ഉൾപ്പെട്ട് വിശുദ്ധ ഖുർആൻ നാളെ നമുക്ക് ശഫാഅത്തും ചെയ്ത് ആ സാദാത്യങ്ങളോടൊപ്പം, ആലിമീങ്ങളോടൊപ്പം, പണ്ഡിതന്മാരോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ വലിയ ആലിമീങ്ങളും സാദാത്യങ്ങളും ഒക്കെ നമ്മുടെ ഈ വലിയ ഈ സംരംഭത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു ഭാഗ്യമാണത്. ഇരിക്കട്ടെ, നമ്മുടെ നേതാക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും അവരുടെ തണലിൽ ഒരുപാട് കാലം സാധുക്കളായ നമുക്കും
അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഖുർആനിൻ്റെ ഖിദ്മയിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റജബ് വന്നതോടുകൂടി മുഅ്മിനീങ്ങൾക്കൊക്കെ, ഈമാനുള്ള ആളുകൾക്കൊക്കെ ഒരു ഉണർവും ഉന്മേഷമൊക്കെ കിട്ടി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ എന്ന പ്രാർത്ഥന ആരംഭിച്ചതോടുകൂടി നമുക്കൊക്കെ റമളാൻ വരുന്നല്ലോ എന്ന ഒരു ആവേശം, ഒരു ആഹ്ലാദം നമ്മുടെ മനസ്സിൽ വന്നു. അങ്ങനെ ഇതാ ശഅബാൻ. റജബിനെ പറ്റി എന്താ പറഞ്ഞത്? റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. പിന്നെ മുത്തുനബി പറയണേ ശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന്. ശഅബാൻ എൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന്. നിങ്ങൾ ആലോചിക്കേ, മുത്തുനബി പറയാണ് എൻ്റെ മാസമാണ് ശഅബാൻ എന്ന്. എത്രമാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഅബാൻ മാസത്തോട് താല്പര്യവും ഇഷ്ടവും സ്നേഹവും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മാസം എത്ര ഉണ്ട്? 12 എണ്ണല്ലേ. എന്നിട്ട് മുത്തുനബി പറയാം ശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന്. ആ ശഅബാനിലാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ക്ലാസ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് ശഅബാനു ഷഹ്രി എന്ന് പറയാനുണ്ടായ കാരണം? മഹാന്മാരായ മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ ധാരാളം അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ പറയാന്നുള്ളത് എന്താണ്? അത് കുറേ പറയണം. അതിലൊന്ന് മിക്കവാറും ആളുകൾക്കറിയാം. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച മാസമാണ് ശഅബാൻ. റജബ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു, ഇനി ആവർത്തിക്കുന്നില്ല. നിസ്കാരം അതിൻ്റെ മാസമാണ്. ശഅബാൻ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് നമ്മളോട് നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച മാസമാണ് ശഅബാൻ. ഏതാണ് ആ ഇബാദത്ത്? ആ ഇബാദത്ത് നോക്കിയേ, എല്ലാവരും കൊണ്ട് നോക്കി. ആ ഇബാദത്ത് മറ്റൊരു ഇബാദത്തിനെ പോലെയുമല്ല. ആ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച, കൽപ്പിച്ച ശൈലി തന്നെ മനസ്സിലാക്കിയാൽ മതി. എന്താ അറിയോ? അല്ലാഹു തആല പറയണതേ, ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നൊരു ഇബാദത്തുണ്ട്. ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടേ മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യണം എന്ന് അങ്ങനെ നിർദ്ദേശിച്ചൊരു ഇബാദത്ത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ ഇബാദത്ത് എന്ന്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത്, കൽപ്പിച്ചത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണത്? എല്ലാവരും പറഞ്ഞു നോക്കിയേ, എന്താണത്? അതാണ് സലാത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, അസ്സലാത്തു അലൻ നബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം അറിയാലോ അല്ലേ? എങ്ങനെയാ പറഞ്ഞത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും അഷ്റഫുൽ ഖൽഖായ മുത്തുനബിൻ്റെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണം സലാത്തും സലാമും. അല്ലാഹ്, വലിയ വിഷയല്ലേ? അള്ളാഹുവും മലക്കുകളും ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പറയണേ, ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യണം. വേറെ ഏത് ഇബാദത്താണ് അങ്ങനെയുള്ളത്? നിസ്കാരം ഉണ്ടോ? ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കണം. ഞാനും എൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും, അതുകൊണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യണം. അല്ല, മറിച്ച് ഞാനും എൻ്റെ മലക്കുകളും മുത്തുനബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണം. ഈ ആയത്ത് അവതരിച്ചത് ശഅബാനിലാണ്. അതുകൊണ്ടാണ് ശഅബാനു ഷഹ്രി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്, മുഹദ്ദിസുകളുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം, അത്രയും പ്രധാനപ്പെട്ട ആ ഇബാദ സലാത്ത്. മാഷാ അല്ലാഹ്, നമ്മൾ സലാത്ത് വർദ്ധിപ്പിക്കുന്നവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സലാത്ത് ധാരാളം ചൊല്ലാനുള്ള തൗഫീഖ് തരട്ടെ. സലാത്ത് പല സലാത്തുകളുണ്ട്. നിസ്കാരത്തിലൊക്കെ നമ്മൾ അത്തഹിയ്യാത്തിൽ നിർവഹിക്കുന്ന ഇബ്രാഹിമിയ സലാത്ത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അല്ലേ? കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ആ സലാത്തുണ്ട്.
നമുക്കൊക്കെ സുപരിചിതമായ ഏത് സ്വലാത്തുണ്ട്? നാരിയത്ത് സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലേ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ്. ഇടയ്ക്കൊന്ന് പറയട്ടെ കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നും കൂടി പറയട്ടെ. വതൻഫരിജു ബിഹിൽ ഖുറബ് എന്ന് കാഫോട് കൂടി തന്നെ പറയണം കേട്ടോ. അല്ലാഹുമ്മ എന്നോട് നോക്കി, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. എന്നിട്ടേ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബ്, പുള്ളിയില്ലാത്ത ഖുറബ് എന്നാണ് പറയേണ്ടത്. കുറേ ആളുകൾ തൻഫരിജു ബിഹിൽ ഖുറബ് എന്ന് ഖാഫോട് കൂടി പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഖാഫോട് കൂടെയാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിയാവില്ല കേട്ടോ. വളരെ തെറ്റായ ഒരു അർത്ഥത്തിലേക്കാണ് അത് പോവുക. തൻഫരിജു ബിഹിൽ ഖുറബ്, തൻഫരിജു ബിഹിൽ ഖുറബ്. നോക്കി, ഖുറബ്, ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ ഇല്ലാതാക്കി തരണം. ഖുറബ് എന്നത് വിഷമങ്ങൾ എന്നർത്ഥം. കാഫ്, ഖുറബ്, ഞങ്ങളെ വിഷമങ്ങളൊക്കെ ഇല്ലാതാക്കി തരണം പഠിച്ചവനെന്ന്. അവിടെ തൻഫരിജു ബിഹിൽ ഖുറബ് എന്ന് പറഞ്ഞാലോ, ഖുറബ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളാണ്. ഖുർബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഖുറബ്, ജംആണ്, ബഹുവചനമാണ് ഖുറബ്. ഇബാദത്തുകളൊക്കെ ഇല്ലാതാക്കി തരണമെന്നോ? ഇന്നലില്ലാ, അക്ഷരങ്ങൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഒരു സ്വലാത്താണ് അല്ലേ? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. വേറെ സ്വലാത്താണ്. സ്വലാത്തു വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. വേറെ സ്വലാത്താണ് അല്ലേ? ഇങ്ങനെ ധാരാളം സ്വലാത്തുകളുണ്ട്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും സ്വലാത്ത് എന്ന് പറയുന്നത് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട ഒരു ഇബാദത്താണ്. ഒരു സ്വലാത്ത് ഒരാൾ മുത്തുനബിക്ക് ചൊല്ലിയാൽ ആ സമയം തന്നെ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ മലക്കിനെ അള്ളാഹു നിശ്ചയിക്കാനാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എത്ര പറയേണ്ടത് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് കൂടിപ്പോവും. കൂടിപ്പോയാൽ തീരൂല, അതിനു മാത്രമുണ്ട് എന്ന്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. സ്വലാത്ത് 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 ചൊല്ലണം പരമാവധി. പ്രത്യേകിച്ച് ഈ ഷഅബാനിലൊക്കെ സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് എന്നുള്ളത് മുത്തുനബിൻ്റെ പേര് മുഹമ്മദാണ് കേട്ടോ, മുഹമ്മദ് അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുക സല്ലല്ലാഹു അലാ മുഹമ്മദ് നോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലണം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായിരുന്നാലും ശഅബാനു ശഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ വളരെ പവിത്രമായ ശഅബാനിൽ നമ്മളെത്തി. അപ്പോൾ ഇനി റമദാനിലേക്ക് ഒരു മാസം കൂടെ മാത്രം. അല്ലാഹ് റമദാനിൻ്റെ മൻ ഫരിഹ ബിദുഖൂലി റമദാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. റമദാനിൻ്റെ വരവിൽ ഒരാൾ സന്തോഷിച്ചാൽ അയാളുടെ ശരീരം അല്ലാഹു നരകത്തെ തൊട്ട് ഹറാമാക്കി എന്ന. അല്ലാഹുവേ, റമദാനിനെ ഞങ്ങളിലേക്ക് സന്തോഷത്തോടെ എത്തിക്കണേ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. റമദാനിൽ ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കാൻ, അതൊക്കെ നിൻ്റെ പൊരുത്തത്തിലാവാൻ പഠിച്ചവനെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ പരിശുദ്ധമായ വളരെ മഹത്വമേറിയ ശഅബാനിലെ ഈ തദ്രീബ്, അതിലെ 152 ആയത്ത് മുതൽ അറാഫ് സൂറത്ത് 72 ക്ലാസ്സാണ്. 152 ആയത്ത് തുടങ്ങിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വകദാലിക നജ്സിൽ മുഫ്തരീൻ.
والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. Okay. إن الذين اتخذوا العجل سينالهم غضب من ربهم ഒരുമിച്ച് തുറക്കാം. إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا. سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين. والذين عملوا السيئات ثم تابوا من بعدها وآمنوا والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. إن ربك من بعدها لغفور رحيم. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون. بنوكي واختار موسى قومه 70 رجلا لميقاتنا. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم. فلما أخذتهم الرجفة قال رب لو شئت أهلكتهم. നന്നായി ശ്രദ്ധിക്കണം. ഒന്നുകൂടെ കേട്ടോളൂ, ഒപ്പം മെല്ലെ കേട്ടോ, മനസ്സിൽ വേണേ. فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي. നിർത്തിച്ചോ, وإياي أتهلكنا بما فعل السفهاء منا. أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا. أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. وأنت خير الغافرين. باقي واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي أصيب به من أشاء
ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ഓക്കെ, واكتب لنا في هذه الدنيا حسنة. എങ്ങനെ? واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي أصيب به من أشاء. എങ്ങനെ? قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഫസഅക്തുബുഹ, അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ ഫസഅക്തുബുഹ എന്ന് ബാഇനൊക്കെ സുക്കൂനാകും. ലൊമ്മൊക്കെ പോയി സുക്കൂനായാൽ തന്നെ മതി ആകെ കുലുമലാവാൻ. ട്ടോ. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا. ഇവിടെ നോക്കി, الذين يتبعون الرسول النبي الأمي الأمية نون ميم الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم രണ്ട് ഐനുകൾ അടുത്തടുത്തു വന്നത് അതിലൽപ്പമല്ല, നല്ല ശ്രദ്ധയാണ് വേണ്ടത്. പറഞ്ഞില്ലേ? ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. ومن قوم موسى أمة يهدون بالحق وبه يعدلون. قل يا أيها الناس إني رسول الله إليكم جميعا. قل يا أيها الناس إني رسول الله إليكم جميعا. ചേർത്ത് നോക്കി, ജമീഅനില്ലദീ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീത് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മി. നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധയുള്ള നൂനും മീമും ഇവിടെ വന്നു.
الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. ومن قوم موسى أمة يهدون بالحق، ومن قوم موسى أمة يهدون بالحق وبه يعدلون. باقي وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين. فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. وقطعناهم 12 أسباطا أمما. നല്ലോണം ശ്രദ്ധിക്കണം. وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر إذ استسقاه ശരിക്കും ശ്രദ്ധിക്കണേ. قومه أن اضرب بعصاك الحجر. നല്ലോണം 2-3 വട്ടമൊക്കെ കേൾക്കേണ്ടി വരും ചില ആയത്തുകളൊക്കെ കേട്ടോ. ഫംബജസത് പറഞ്ഞു നോക്കിയേ, ഇഖ്ലാബോട് കൂടി. ഫംബജസത് منه 12 عينا قد علم كل أناس مشربهم قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وما ظلمونا لا ولكن كانوا أنفسهم يظلمون. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين. فبدل الذين ظلموا منهم قولا غير الذي قيل لهم. فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. കുറച്ചുകൂടെ. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلكم يتقون. فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون.
فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم صدق الله العظيم. Okay. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا. Okay. إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. فلما عتوا عما نهوا عنه فلما عتوا عما نهوا عنه عينകൾ ധാരാളം قلنا لهم كونوا قردة خاسئين. പിന്നെയോ وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم. اللهم اغفر لنا وارحمنا صدق الله العظيم. الله قبولكنا يا الله സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ പരിശുദ്ധമായ ഷഅബാനിൻ്റെ ഏറ്റവും നല്ല സമയങ്ങളിലാണ്. അല്ലാഹുവേ വരാനിരിക്കുന്നത് റമദാനാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ഷഅബാൻ വ ബല്ലഗ്നാ റമദാൻ. പഠിച്ചവനെ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. തദ്രീബ് ക്ലാസ് വളരെ മനോഹരമായി സന്തോഷത്തോടെ റാഹത്തോടെ പൂർത്തിയാക്കാൻ ഖത്മ് നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഒരുപാട് ഓതാനും ഖത്മുകൾ തീർക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള കാരണമായി തദ്രീബ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് പഠിച്ചവനെ. പ്രത്യേകിച്ച് തദ്രീബ് കുടുംബത്തിലെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഷർറുകളെ തൊട്ട് അകറ്റണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവിധ ശിഫയും സലാമത്തും നൽകണേ അല്ലാഹ്. ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും പ്രത്യേകിച്ച് തദ്രീബ് കുടുംബത്തിലെ എല്ലാവരെയും പഠിച്ചവനെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ബാധ്യതകളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. ഷർറിൻ്റെ വാതിലുകൾ നീ അടക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലുമുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രായമുള്ള ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. വല്യുപ്പമാർ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹുവേ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും സമാധാനവുമുള്ള മക്കളാക്കണേ അല്ലാഹ്. പഠിച്ചവനെ വീടില്ലാത്തവരുണ്ട്, നല്ല റാഹത്തുള്ള വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സന്തോഷമുള്ള റാഹത്തുള്ള സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഇണകളെ അന്വേഷിക്കുന്നവരുണ്ട്, സ്വാലിഹ്യങ്ങളായ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ നേതാക്കൾക്ക്, ഞങ്ങളുടെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, ഉമറാക്കൾ, പ്രവർത്തകർ, പണ്ഡിതന്മാർ എല്ലാവർക്കും ഞങ്ങളുടെ നേതൃത്വം എല്ലാവർക്കും നീ ഹിമ്മത്തും ഇസ്സത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്.
അവരുടെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്കും നീ ആഫിയത്തോടുകൂടെ ദീർഘായുസ് നിൻ്റെ ഖുർആനിൻ്റെ ഖിദ്മയുടെ തൗഫീഖോടുകൂടി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. صلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك